ഡൽഹിയിലെ കൊടും തണുപ്പുള്ള ആ രാത്രിയിൽ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്ന പ്രശസ്തമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ 10ാം നിലയിലെ VIP വാർഡ് നിശബ്ദതയിലാണ്ടിരുന്നു. ജനലുകൾക്കപ്പുറം മൂടൽ മഞ്ഞു മൂടിയ തെരുവുവിളക്കുകൾ മങ്ങിയ പ്രകാശം ചൊരിയുന്നു. എന്നാൽ 1004 നമ്പർ മുറിക്കുള്ളിൽ ഡോക്ടർ സിയ ശർമ്മ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം ജയിച്ച തളർച്ചയിലായിരുന്നു. മിനിറ്റുകൾക്കു മുൻപ് മാത്രമാണ് അവൾ 2 പുതിയ ജീവനുകൾക്ക് ജന്മം നൽകിയത്. അനസ്തേഷ്യയുടെ മയക്കം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലാത്തതിനാൽ അവളുടെ കാഴ്ചകൾ അല്പം മങ്ങിയിരുന്നു. എങ്കിലും തന്റെ നെഞ്ചോട് ചേർന്നു കിടക്കുന്ന ആ 2 പിഞ്ചോമനകളുടെ ഇളം ചൂട് അവൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായി തോന്നി. ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. സിയായുടെ 8 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഫലം. സിസേറിയൻ കഴിഞ്ഞതിന്റെ കഠിനമായ വേദന അവളുടെ അടിവയറ്റിൽ നിന്ന് ഒരു വൈദ്യുത തരംഗം പോലെ ഇടയ്ക്കിടെ കടന്നുപോകുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ശ്വാസമെടുക്കാൻ പോലും ആഞ്ഞു ശ്രമിക്കേണ്ടിവരുന്നു. വെളുത്ത ഹോസ്പിറ്റൽ ഗൗണിനുള്ളിൽ അവളുടെ ശരീരം വിളറി വെളുത്തിരുന്നു. നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞിരുന്നു. എങ്കിലും ആ കുഞ്ഞുങ്ങളുടെ ചുരുട്ടിയ കുഞ്ഞു കൈകളിലേക്കും തുടുത്ത മുഖത്തേക്കും നോക്കുമ്പോൾ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. കബീർ, അനന്യ, അവൾ മനസ്സിനുള്ളിൽ മന്ത്രിച്ചു. അവർക്കായി അവൾ മാസങ്ങൾക്ക് മുൻപേ കണ്ടെത്തി വെച്ചിരുന്ന പേരുകളായിരുന്നു അത്. അവൾക്കവരെ ആഞ്ഞു പുണരാൻ തോന്നി. പക്ഷേ കൈകൾ ഉയർത്താൻ പോലും ശാരീരികമായി അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ അരോചകമായ ശബ്ദത്തോടെ തുറന്നത്. സിയ പ്രതീക്ഷിച്ചത് ആര്യനെയായിരുന്നു. പ്രസവസമയത്ത് തന്റെ കൂടെയുണ്ടാകുമെന്ന് 100 വട്ടം ഉറപ്പ് നൽകിയ, കഴിഞ്ഞ 8 വർഷമായി തന്റെ തണലായി നിന്ന ഭർത്താവ് ആര്യൻ ഖന്ന. അതെ, അവൻ തന്നെയായിരുന്നു അത്. ഡൽഹിയിലെ പ്രമുഖ ബിസിനസ് സാമ്രാജ്യമായ ഖന്ന ഗ്രൂപ്പിന്റെ ഏക അവകാശി. വില കൂടിയ ഇറ്റാലിയൻ സ്യൂട്ട് ധരിച്ച് പെർഫ്യൂമിന്റെ രൂക്ഷഗന്ധവുമായി അവൻ അകത്തേക്ക് നടന്നുവന്നു. എന്നാൽ അവന്റെ ഭാവത്തിൽ ഒരച്ഛന്റെ സന്തോഷമോ, ചോര കുഞ്ഞുങ്ങളെ കാണുന്നതിന്റെ കൗതുകമോ, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചുവന്ന തന്റെ ഭാര്യയോടുള്ള സ്നേഹമോ ഉണ്ടായിരുന്നില്ല. അവന്റെ മുഖം കല്ലുപോലെ ഉറച്ചതായിരുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു തണുപ്പ് പടർന്നിരുന്നു. അവന്റെ കൂടെ മറ്റൊരു യുവതിയുമുണ്ടായിരുന്നു, നടാഷ കപൂർ. ഖന്ന ഗ്രൂപ്പിന്റെ പുതിയ ബിസിനസ് പാർട്ട്ണർ എന്നാണ് ആര്യൻ 6 മാസം മുൻപ് സിയയ്ക്ക് അവനെ പരിചയപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് നടാഷയുടെ നിൽപ്പ് മറ്റൊന്നായിരുന്നു. അവൾ ആര്യന്റെ കൈകളിൽ ചേർന്നു നിന്നു, ഒരു ഭാര്യയുടെ അവകാശത്തോടെയും ഗർവത്തോടെയും. അവളുടെ മുഖത്ത് ഒരു പുച്ഛവും വിജയഭാവവും നിറഞ്ഞിരുന്നു. സിയയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ബെഡിനടുക്കിലെ മോണിറ്ററിൽ അവളുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടുന്നത് ബീപ് ശബ്ദമായി മുഴങ്ങി. ആര്യൻ കട്ടിലിനടുക്കിൽ നടന്നുവന്നു. അവൻ തന്റെ കുഞ്ഞുങ്ങളെ ഒന്നു നോക്കുക പോലും ചെയ്തില്ല. പ്രസവവേദനയിൽ തളർന്നുകിടക്കുന്ന സിയായുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകാനോ, നീ സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കാനോ അവൻ തയ്യാറായില്ല. പകരം തന്റെ കോട്ടിനുള്ളിൽ നിന്ന് ഒരു കവർ പുറത്തെടുത്ത് സിയായുടെ അരികിലെ ട്രേയിലേക്ക് അവളുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾക്ക് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. സിയ, നീ ഇനി എന്റെ ഭാര്യയല്ല. ഈ വിവാഹമോചന പേപ്പറുകളിൽ ഇപ്പോൾ തന്നെ ഒപ്പിടണം. ആര്യന്റെ ശബ്ദം മഞ്ഞുപോലെ തണുത്തതായിരുന്നു. ആ വാക്കുകൾ സിയയുടെ കാതുകളിൽ ഇടിത്തീ പോലെയാണ് പതിച്ചത്. ആര്യൻ, നീ എന്താണീ പറയുന്നത്? സിയ പതുക്കെ ചോദിച്ചു. അവളുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെ ഒന്ന് നോക്കാര്യൻ. അവർക്ക് നിന്റെ അതേ കണ്ണുകളാണ്. നീ എന്തിനാണിപ്പോൾ ഇങ്ങനെയൊരു തമാശ പറയുന്നത്? ഇതൊരു തമാശയല്ല, ആര്യൻ പരുഷമായി പറഞ്ഞു. ഇത് വൈകാരികമാക്കി മാറ്റാൻ ശ്രമിക്കരുത്. നീ എപ്പോഴും ഇങ്ങനെയാണ്, വെറും സെന്റിമെന്റ്സ് മാത്രം. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മടുക്കുന്നത്. നിന്നെപ്പോലെ ഒരു സാധാരണക്കാരിക്ക് ഖന്ന കുടുംബത്തിലെ മരുമകളായി തുടരാൻ ഇനി യോഗ്യതയില്ല. കഴിഞ്ഞ 8 വർഷം ഞാൻ നിനക്കെല്ലാം തന്നു. എന്റെ പേര്, പണം, പദവി, ഈ ഡൽഹി നഗരം മുഴുവൻ ആഗ്രഹിക്കുന്ന ആഡംബരം. പക്ഷേ നീ എനിക്ക് എന്തു തന്നു? വെറുമൊരു സാധാരണ വീട്ടമ്മയായി നീ ഒതുങ്ങിപ്പോയി. ഖന്ന കുടുംബത്തിലെ സ്ത്രീകൾ സമൂഹത്തിൽ ശോഭിക്കേണ്ടവരാണ്. ബിസിനസ്സിൽ എനിക്ക് കരുത്തു നൽകേണ്ടവരാണ്. പക്ഷേ നീയാകട്ടെ നമ്മുടെ വീടിന്റെ ബേസ്മെന്റിലെ ആ പഴയ മുറിയിൽ ടെസ്റ്റ് ട്യൂബുകളും അഴുക്കുപിടിച്ച കെമിക്കലുകളും വെച്ച് കളിച്ച് സമയം കളയുകയായിരുന്നു. അതൊരു ഹോബിയായി കൊണ്ടു നടക്കാൻ നിനക്ക് നാണമില്ലേ? നീ അവിടെ ചെയ്യുന്ന ആ സയൻസ് പരീക്ഷണങ്ങൾ കൊണ്ട് 1 രൂപയുടെ ഗുണമെങ്കിലും ഇന്നുവരെ ഉണ്ടായോ? സിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കഴിഞ്ഞ 8 വർഷം അവൾ ആര്യനു വേണ്ടി എന്തൊക്കെയാണ് ത്യജിച്ചത്? തന്റെ മെഡിക്കൽ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അവൾ ആര്യനെ വിവാഹം കഴിച്ചത്. അവന്റെ അമ്മയുടെയും കുടുംബത്തിന്റെയും നിർബന്ധപ്രകാരം അവൾ തന്റെ പ്രിയപ്പെട്ട ജോലി പോലും ഉപേക്ഷിച്ചു. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം എന്നായിരുന്നു അന്ന് ആര്യൻ നൽകിയ ഉറപ്പ്.
ആര്യനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം അവൾ ആ കടുംകൈ ചെയ്തു. പക്ഷേ തന്റെ ഗവേഷണങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ബേസ്മെന്റിലെ ഒരു ചെറിയ മുറി അവൾ തന്റെ പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുത്തത്. അവിടെ അവൾ ഉറക്കമില്ലാത്ത രാത്രികൾ ചിലവഴിച്ചത് ആര്യന്റെ പണത്തിനു വേണ്ടിയല്ല, മറിച്ച് തന്റെ മരിച്ചുപോയ അനിയനെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന സിക്കിൾ സെൽ അനീമിയയ്ക്ക് ഒരു മരുന്ന് കണ്ടെത്താനായിരുന്നു. ഇപ്പോൾ എനിക്കൊരു യഥാർത്ഥ പങ്കാളിയെ കിട്ടിയിരിക്കുന്നു, ആര്യൻ നടാഷയെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. നടാഷ, അവൾക്ക് ബിസിനസ് അറിയാം, അവൾക്ക് ഇന്റർനാഷണൽ ബന്ധങ്ങളുണ്ട്. നിന്നെപ്പോലെ വെറും അടുക്കളയിൽ ഒതുങ്ങേണ്ടവളല്ല അവൾ. എന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്, നീ എന്റെ വളർച്ചയിലൊരു തടസ്സമായിരുന്നു. നടാഷ പതുക്കെ സിയയുടെ അടുക്കേക്ക് നീങ്ങി. അവളുടെ വില കൂടിയ പെർഫ്യൂമിന്റെ മണം സിയയ്ക്ക് തലവേദനയുണ്ടാക്കി. നടാഷ ഒരു വന്യമായ പുഞ്ചിരിയോടെ സിയയെ നോക്കി. സിയ, സങ്കടപ്പെടേണ്ട, ആര്യൻ നിനക്ക് മാന്യമായൊരു തുക സെറ്റിൽമെന്റായി നൽകും. നിനക്ക് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. ഈ ആഡംബര ജീവിതം നിനക്ക് പറ്റിയതല്ലെന്ന് നിനക്ക് തന്നെ തോന്നിയിട്ടില്ലേ? നീ ഡൽഹിയിലെ ചേരികളിൽ നിന്ന് വന്നവളാണ്, അവിടെ തന്നെയാണ് നിന്റെ സ്ഥാനം. സിയ ആര്യനെ നോക്കി. അവന്റെ കണ്ണുകളിൽ താൻ ഒരിക്കൽ കണ്ടിരുന്ന സ്നേഹത്തിന്റെ ഒരു അംശം പോലും അവൾക്ക് കാണാനില്ലായിരുന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ ആര്യൻ? സിയ ചോദിച്ചു. അവളുടെ ശബ്ദം ഇപ്പോൾ അല്പം കൂടി വ്യക്തമായിരുന്നു. വേദനയ്ക്കുള്ളിൽ നിന്ന് ഒരു പുതിയ കരുത്ത് ജനിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. നീ എന്റെ ഗർഭം കഴിയാൻ കാത്തുനിന്നില്ല അല്ലേ ആര്യൻ? ഈ കുഞ്ഞുങ്ങൾ നിനക്ക് വെറും കോംപ്ലിക്കേഷൻസ് മാത്രമാണോ? അതെ, ആര്യൻ ഒട്ടും മടിയില്ലാതെ പറഞ്ഞു. നീ ഗർഭിണിയായപ്പോൾ ഞാൻ കരുതി ഒരുപക്ഷെ എനിക്ക് മാറ്റം തോന്നുമെന്ന്. പക്ഷെ കുട്ടികൾ ജനിച്ചപ്പോഴും എനിക്ക് നിന്നോട് ഒരു താൽപര്യവും തോന്നുന്നില്ല. നിന്നെ ട്രാപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ നീ എന്നെ ഗർഭത്തിലൂടെ ട്രാപ്പ് ചെയ്തു. അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ അവസാനിക്കുന്നു. പേപ്പറുകളിൽ ഒപ്പിടുക, നമുക്ക് മാന്യമായി പിരിയാം. നീ ഇപ്പോൾ ഒപ്പിട്ടില്ലെങ്കിൽ ഖന്ന കുടുംബത്തിന്റെ അധികാരം ഉപയോഗിച്ച് നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും ഈ നഗരത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ എനിക്കൊരു നിമിഷം മതി. സിയ തന്റെ ഇടതു കൈകൊണ്ട് കബീറിനെയും വലതു കൈകൊണ്ട് അനന്യയെയും മുറുകെ പിടിച്ചു. അവൾ തന്റെ അടിവയറ്റിലെ തുന്നലുകൾ വലിയുന്ന വേദന കടിച്ചുപിടിച്ചു. ആ മുറിയിലെ മോണിറ്ററുകൾ സിയയുടെ ഹൃദയമിടിപ്പ് അപകടകരമായ വിധത്തിൽ കൂടുന്നത് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിരുന്ന നഴ്സ് പേടിയോടെ ആര്യനെ നോക്കി. സർ, പ്ലീസ്, അവർക്കിപ്പോൾ ഒരു വലിയ സർജറി കഴിഞ്ഞതേയുള്ളൂ. മുറിവുകളിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ഈ അവസ്ഥയിൽ അവരെ മാനസികമായി തളർത്തുന്നത് ശരിയല്ല. ഇതൊരു ഹോസ്പിറ്റലാണ്, നഴ്സ് പതുക്കെ പറഞ്ഞു. ആര്യൻ ദേഷ്യത്തോടെ നഴ്സിനെ നോക്കി. ഇത് ഞങ്ങളുടെ സ്വകാര്യ കാര്യമാണ്. നീ നിന്റെ ജോലി ചെയ്താൽ മതി. ഇവിടുന്ന് പുറത്തുപോകൂ, ആര്യൻ ആക്രോശിച്ചു. പേടിച്ചുപോയ നഴ്സ് മുറിയുടെ മൂലയിലേക്ക് മാറി നിന്നു. സിയ ആ പേപ്പറുകളിലേക്ക് നോക്കി. ആര്യൻ ഖന്നയുടെ അഹങ്കാരം അവൾക്ക് വ്യക്തമായി മനസ്സിലായി. അവൻ കരുതിയിരിക്കുന്നത് സിയ അവനെ ആശ്രയിച്ചു കഴിയുന്ന ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയാണെന്നാണ്. തന്റെ പേരും പ്രശസ്തിയും പണവും കണ്ടാണ് അവൾ കൂടെ കഴിയുന്നതെന്ന് അവൻ വിശ്വസിച്ചു. തന്റെ ബേസ്മെന്റിലെ റിസർച്ചുകളെ അവൻ വെറും സമയം പോക്കായി കണ്ടു. ഒപ്പിടാൻ നോക്ക് സിയ, എനിക്ക് 45 മിനിറ്റിനുള്ളിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. നിന്റെ ഈ നാടകങ്ങൾ കാണാൻ എനിക്ക് സമയമില്ല, ആര്യൻ തന്റെ കോടികൾ വിലപിടിപ്പുള്ള വാച്ചിൽ നോക്കി പറഞ്ഞു. സിയ പതുക്കെ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണുനീരില്ലായിരുന്നു, മറിച്ച് ഒരഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അവൾ ആര്യനെ നോക്കി പറഞ്ഞു. ആര്യൻ, നീ ഇപ്പോൾ ചെയ്ത ഈ പ്രവൃത്തിക്ക് വലിയൊരു വില നൽകേണ്ടിവരും. നീ എന്റെ പ്രസവം കഴിയാൻ പോലും കാത്തുനിന്നില്ല. എന്റെ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ഈ ചതിയുമായി വന്നത്. നീ എന്നെ പൂജ്യം എന്ന് വിളിച്ചു. പക്ഷേ നീ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീയുടെ നിശബ്ദത അവളുടെ തളർച്ചയല്ല. ഓ, നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ആര്യൻ പുച്ഛത്തോടെ ചിരിച്ചു. നിനക്കെന്തു ചെയ്യാൻ കഴിയും? പണമില്ല, സ്വാധീനമില്ല, സ്വന്തമായി വീടില്ല. നീ വെറും ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി മാത്രമാണ് സിയ. ഖന്ന കുടുംബം നിനക്ക് നൽകിയ ഈ ലക്ഷറി ഇനി നിനക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. സിയ പതുക്കെ ശ്വാസമെടുത്തു. ശരിയാണ്, നിന്റെ കണ്ണിൽ ഞാൻ ഒന്നുമല്ല. പക്ഷെ എനിക്കിപ്പോൾ ഒപ്പിടാൻ കഴിയില്ല. എനിക്ക് 48 മണിക്കൂർ സമയം വേണം. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് എനിക്ക് ബോധം പൂർണ്ണമായും വന്ന ശേഷം മാത്രമേ ലീഗലായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. നീ അത്രയും കാത്തുനിന്നേ മതിയാകൂ. ആര്യൻ ദേഷ്യപ്പെട്ടെങ്കിലും നടാഷ അവന്റെ തോളിൽ കൈവച്ചു. അവൾ പറയുന്നത് ശരിയാണ് ആര്യൻ. ഇപ്പോൾ നിർബന്ധിച്ച് ഒപ്പിടുവെച്ചാൽ പിന്നീട് അവൾക്ക് കോടതിയിൽ അത് ചലഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. 48 മണിക്കൂർ കഴിഞ്ഞാൽ അവൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. നമുക്കെല്ലാം ക്ലീനായി ചെയ്യാം. ആര്യനൊന്ന് ആലോചിച്ചു. ശരി, 48 മണിക്കൂർ. അതിനുശേഷം നീ ഒപ്പിട്ടില്ലെങ്കിൽ ഖന്ന കുടുംബം എന്താണെന്ന് നീ അറിയും. നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും തെരുവിലേക്ക് വലിച്ചെറിയാൻ എനിക്കൊരു നിമിഷം മതി. ആര്യനും നടാഷയും മുറിയിൽ നിന്ന് പുറത്തേക്കു പോയി. വാതിൽ അടയുന്ന ശബ്ദം ആ മുറി പ്രതിധ്വനിച്ചു. ബെഡിനരികിലെ ടേബിളിൽ ആര്യൻ പുച്ഛത്തോടെ എറിഞ്ഞുകൊടുത്ത ആ വിവാഹമോചന പത്രങ്ങൾ അവളെ നോക്കി പരിഹസിക്കുന്നതുപോലെ തോന്നി.
പക്ഷേ ആര്യൻ ഖന്ന തന്റെ അഹങ്കാരത്തിൽ അറിയാതെ പോയ ഒരു വലിയ ലോകം സിയ പടുത്തുയർത്തിയിരുന്നു. കഴിഞ്ഞ 8 വർഷം സിയ ശർമ്മ എന്ന ഡോക്ടർ ജീവിച്ചത് ആര്യൻ ഖന്നയുടെ നിഴലിലായിരുന്നു. ഖന്ന കുടുംബത്തിന്റെ മരുമകൾ എന്ന പദവിക്കുവേണ്ടി അവൾ തന്റെ വ്യക്തിത്വം പോലും ബലികഴിച്ചു. ഡൽഹിയിലെ ഉന്നത വൃത്തങ്ങളിലെ പാർട്ടികളിലും കുടുംബയോഗങ്ങളിലും അവൾ വെറുമൊരു അലങ്കാര വസ്തുവായി നിന്നു. വില കൂടിയ സാരികളും വജ്രാഭരണങ്ങളും ധരിച്ച് അവൾ പുഞ്ചിരിക്കുമ്പോൾ ആരും അവളുടെ ഉള്ളിലെ ശാസ്ത്രജ്ഞയെ കണ്ടില്ല. എല്ലാവരും അവളെ വിശേഷിപ്പിച്ചത് ഭാഗ്യവതിയായ വീട്ടമ്മ എന്നായിരുന്നു. എന്നാൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഖന്ന ബംഗ്ലാവിലെ എല്ലാവരും ഉറങ്ങുമ്പോൾ സിയ പതുക്കെ എഴുന്നേൽക്കുമായിരുന്നു. അവൾ നേരെ പോകുന്നത് തന്റെ വീടിന്റെ ബേസ്മെന്റിലെ ആ ചെറിയ മുറിയിലേക്കായിരുന്നു. ആര്യൻ എപ്പോഴും പരിഹസിച്ചിരുന്ന ആ ബേസ്മെന്റ് മുറി. "നീ അവിടെ ടെസ്റ്റ് ട്യൂബുകളും പഴയ പുസ്തകങ്ങളും വെച്ച് കളിക്കുകയല്ലേ, അതുകൊണ്ട് ഒരു ചായ കുടിക്കാനുള്ള കാശുപോലും നിനക്ക് കിട്ടില്ലല്ലോ" എന്നവൻ പലപ്പോഴും കളിയാക്കുമായിരുന്നു. എന്നാൽ ആ ഇരുണ്ട ബേസ്മെന്റിലായിരുന്നു സിയ തന്റെ യഥാർത്ഥ ജീവിതവും സാമ്രാജ്യവും കെട്ടിപ്പടുത്തത്. സിയയുടെ ഈ കഠിനാധ്വാനത്തിനു പിന്നിൽ ഒരു കത്തുന്ന വേദനയുണ്ടായിരുന്നു. അവളുടെ പ്രിയപ്പെട്ട അനുജൻ രാഹുൽ 19-ാം വയസ്സിൽ സിക്കൽ സെൽ അനീമിയ എന്ന മാരക രക്തരോഗം ബാധിച്ചാണ് മരിച്ചത്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കെ തന്റെ കൺമുന്നിൽ അനിയൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നത് കണ്ട സിയ അന്നെടുത്ത ദൃഢനിശ്ചയമായിരുന്നു ഈ രോഗത്തിന് ഒരു ശാശ്വത മരുന്ന് കണ്ടെത്തുമെന്ന്. ഖന്ന കുടുംബത്തിലെ അമിതമായ പണത്തിനു വേണ്ടിയോ ആര്യന്റെ പ്രശസ്തിക്കു വേണ്ടിയോ ആയിരുന്നില്ല അവൾ ആ പരീക്ഷണങ്ങൾ നടത്തിയത്. മറിച്ച് രാഹുലിനെ പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ വേദന അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഒരു പുതുജീവൻ നൽകാനായിരുന്നു. ആര്യൻ കരുതിയത് സിയ അവിടെ വെറുതെ സമയം കളയുകയാണെന്നാണ്. പക്ഷേ അവൾ അവിടെ വികസിപ്പിച്ചെടുത്തത് ശാസ്ത്രലോകം പതിറ്റാണ്ടുകളായി കാത്തിരുന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതികവിദ്യയായിരുന്നു. ഈ വിപ്ലവകരമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം ജനിതക തലത്തിൽ തന്നെ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. ശസ്ത്രക്രിയയ്ക്കായി തിയേറ്ററിലേക്ക് കയറുന്നതിന് കൃത്യം 6 മണിക്കൂർ മുൻപ് സിയയുടെ ഫോണിലേക്ക് വന്ന ആ ഇമെയിൽ അവളുടെ 8 വർഷത്തെ നിശബ്ദമായ പോരാട്ടത്തിന്റെ ഫലമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് നിർമ്മാണ കമ്പനിയായ വേർട്ടെക്സ് ബയോഫാർമസ്യൂട്ടിക്കൽസ് സിയയുടെ കണ്ടുപിടുത്തം $1.2 ബില്യൺ, അഥവാ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏതാണ്ട് 10,000 കോടി രൂപയ്ക്ക് വാങ്ങാൻ ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു. ആര്യൻ ഖന്ന വിചാരിച്ചത് സിയ പണമില്ലാത്തവളും അവനെ ആശ്രയിച്ചു കഴിയുന്നവളുമാണെന്നാണ്. എന്നാൽ സിയ ഇപ്പോൾ ഡൽഹിയിലെ ഏറ്റവും വലിയ കോടീശ്വരികളിലൊരാളായി മാറിക്കഴിഞ്ഞു. തന്റെ ഈ വലിയ നേട്ടം ആര്യനിൽ നിന്ന് അവൾ മറച്ചുവെച്ചത് അവനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. തന്റെ വിജയം അവനോടൊപ്പം ആഘോഷിക്കാനും അവന്റെ ബിസിനസ്സിലെ പ്രതിസന്ധികളിൽ അവനെ സഹായിക്കാനുമാണ് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ ആര്യൻ പ്ലാൻ ചെയ്തത് സിയയുടെ തകർച്ചയും അപമാനവുമായിരുന്നു. സിയ പതുക്കെ തന്റെ വിറയ്ക്കുന്ന കൈകളാൽ സൈഡ് ടേബിളിലിരുന്ന ഫോൺ എടുത്തു. വയറിലെ തുന്നലുകൾ വലിയുന്ന വേദന കൊണ്ട് അവളൊന്നും മുരണ്ടു. അവൾ തന്റെ പഴയ സഹപാഠിയായ ഡൽഹിയിലെ ഏറ്റവും മികച്ച കോർപ്പറേറ്റ് അഭിഭാഷകയായ മീര സിംഗാനിയയെ വിളിച്ചു. "മീര, എനിക്ക് നിന്റെ സഹായം വേണം, ഇപ്പോൾ തന്നെ." സിയയുടെ ശബ്ദം തളർന്നിരുന്നെങ്കിലും അത് ഉറച്ചതായിരുന്നു. ആശുപത്രിയിൽ നടന്ന ഓരോ സംഭവങ്ങളും ആര്യന്റെ ചതിയും സിയ മീരയോട് വിവരിച്ചു. ഫോണിന്റെ മറുതലക്കൽ മീര സ്തംഭിച്ചുപോയി. "സിയ, നീ ഒട്ടും പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. ആര്യൻ ഖന്ന തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തതെന്ന് അവനെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. അവൻ കരുതിയിരിക്കുന്നത് നീ അനാഥയാണെന്നാണ്. പക്ഷേ നിന്റെ കൂടെ ഞാനുണ്ട്," മീര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മീരയെ വിളിച്ചതിനു ശേഷം സിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർത്തെടുത്തു. 8 വർഷം മുൻപ് വിവാഹസമയത്ത് ആര്യന്റെ അമ്മ സാവിത്രി ഖന്ന കുതന്ത്രത്തോടെ ഒപ്പിടിപ്പിച്ച വിവാഹ കരാർ. സിയ ഖന്ന കുടുംബത്തിന്റെ കോടികൾ കണ്ണുവെച്ചാണ് വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് ആരോപിച്ച് അവർ നിർബന്ധിച്ചുണ്ടാക്കിയ കരാറായിരുന്നു അത്. സിയയ്ക്ക് ഖന്ന കുടുംബത്തിന്റെ സ്വത്തിൽ ഒരവകാശവും ഉണ്ടാകില്ല എന്ന് ആ കരാർ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ സിയയുടെ അന്നത്തെ മെന്ററായിരുന്ന ഡോക്ടർ വിക്രം മെഹ്ത്ത ആ കരാർ വായിച്ചപ്പോൾ സിയയെ ഭാവിയിൽ സംരക്ഷിക്കാനൊരു ഉപായം കണ്ടെത്തി. അദ്ദേഹം സിയയോട് അന്നു പറഞ്ഞു, "മോളെ, ഈ കരാറിൽ ഒരു ചെറിയ മാറ്റം കൂടി വരുത്താൻ പറയുക. അതായത് സിയ സ്വന്തമായി കണ്ടെത്തുന്ന ഏതൊരു ബുദ്ധിപരമായ സ്വത്തും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും അവൾക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. ഖന്ന കുടുംബത്തിന് അതിൽ ഒരു പങ്കുമുണ്ടാകില്ല." ആര്യൻ തന്റെ ബിസിനസ് അഹങ്കാരത്തിൽ ആ നിബന്ധനയെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചതേയില്ല.
സിയ എന്ത് കണ്ടുപിടിക്കാനാണ് എന്നായിരുന്നു അവന്റെ പുച്ഛം. എന്നാൽ ആ കരാറിൽ മറ്റൊരു പെനാൽറ്റി ക്ലോസ് കൂടി വിക്രം മെഹ്ത ഒളിപ്പിച്ചു വച്ചിരുന്നു. വിവാഹത്തിലുള്ള ഏതെങ്കിലും ഒരു പങ്കാളി $100 മില്യൺ കൂടുതൽ മൂല്യമുള്ള ഒരു ഔദ്യോഗിക കരാറിൽ ഏർപ്പെട്ട് 60 ദിവസത്തിനുള്ളിൽ മറ്റേ പങ്കാളി വിവാഹമോചനം ആവശ്യപ്പെട്ടയാൾ തന്റെ മൊത്തം ആസ്തിയുടെ 40% നഷ്ടപരിഹാരമായി നൽകണം. ഇതൊരു വലിയ കെണിയായിരുന്നു. ആര്യൻ ഈ ഭാഗം ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ ഒപ്പിട്ടത് തന്റെ പണം സംരക്ഷിക്കാനാണ്. പക്ഷേ അത് സിയയുടെ പക്കലുള്ള ഏറ്റവും വലിയ നിയമപരമായ ആയുധമായി മാറുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സിയ ആ കോടികളുടെ കരാറിൽ ഒപ്പിട്ട് കൃത്യം 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആര്യൻ ഡിവോഴ്സ് പേപ്പറുകളുമായി ആശുപത്രിയിലെത്തിയത്. നിയമപരമായി അവൻ കെണിയിൽ വീണുകഴിഞ്ഞു. ഇനി അവന് രക്ഷപ്പെടാൻ കഴിയില്ല. സിയ പതുക്കെ തലതിരിച്ച് തന്റെ കുഞ്ഞുങ്ങളെ നോക്കി. കബീർ നിഷ്കളങ്കമായി ഉറങ്ങുകയായിരുന്നു. എന്നാൽ അനന്യ പതുക്കെ കണ്ണുകൾ തുറന്ന് തന്റെ അമ്മയെ നോക്കി. ആ കുഞ്ഞിന്റെ തിളക്കമുള്ള കണ്ണുകളിൽ സിയ തന്റെ പഴയ കരുത്ത് വീണ്ടും കണ്ടു. മോളെ, നിന്റെ അച്ഛൻ വിചാരിച്ചത് നമ്മൾ തോറ്റുപോകുമെന്നാണ്. നമ്മളെ റോഡിലേക്ക് വലിച്ചെറിയാമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ ഖന്ന കുടുംബത്തിന്റെ അഹങ്കാരത്തിന് ഇന്ന് വിരാമം കുറിക്കാൻ പോവുകയാണ്. സിയ പതുക്കെ മന്ത്രിച്ചു. ആ വാക്കുകളിൽ ഒരു യുദ്ധം ജയിച്ച പോരാളിയുടെ ആത്മവിശ്വാസമുണ്ടായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ മീര സിംഗാനിയ ആശുപത്രിയിലെത്തി. അവൾ സിയയുടെ തണുത്ത കൈകളിൽ പിടിച്ചു. സിയ, നീ ധൈര്യമായിരിക്കുക. നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ തന്നെ ആദ്യ ഗഡുവായി $400 മില്യൺ എത്തിക്കഴിഞ്ഞു. നീ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ സ്ത്രീകളിലൊരാളാണ്. ആര്യൻ ഖന്നയുടെ മൊത്തം ബിസിനസ് സാമ്രാജ്യത്തേക്കാൾ 10 ഇരട്ടി മൂല്യമുണ്ട് നിന്റെ ഈ ഒരൊറ്റ കണ്ടുപിടുത്തത്തിന്. അവൻ നിന്നെ ഒന്നുമില്ലാത്തവൾ എന്ന് വിളിച്ച് അപമാനിച്ചു. പക്ഷെ ഇപ്പോൾ അവനാണ് നിന്റെ മുന്നിൽ ഒന്നുമില്ലാത്തവൻ. സിയ പതുക്കെ പുഞ്ചിരിച്ചു. അതൊരു വിജയത്തിന്റെ പുഞ്ചിരിയായിരുന്നു. മീര, ആര്യൻ എനിക്ക് 48 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. അവൻ കരുതുന്നത് ഞാൻ പേടിച്ച് അവന്റെ കാലു പിടിക്കുമെന്നാണ്. 48 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കവനെ കാണാം. പക്ഷേ അന്ന് ഖന്ന കുടുംബത്തിലെ അടിമയായ മരുമകളല്ല ഞാൻ, മറിച്ച് ഡോക്ടർ സിയ ശർമ്മയായിട്ടായിരിക്കും. അവന് നഷ്ടപ്പെടാൻ പോകുന്നത് അവന്റെ സ്വത്ത് മാത്രമല്ല, അവന്റെ അന്തസ്സും കൂടിയായിരിക്കും. സിയ തന്റെ ലാബിലെ രേഖകളും വേർട്ടെക്സ് കമ്പനിയുമായുള്ള കരാറുകളും മീരയെ ഏൽപ്പിച്ചു. ആര്യന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനും അവന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനും അവൾ മീരയോട് ആവശ്യപ്പെട്ടു. അന്ന് രാത്രി സിയ ഉറങ്ങിയില്ല. ശരീരം വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ പ്രതികാരത്തിന്റെ പ്ലാനുകൾ തെളിയുകയായിരുന്നു. ആര്യൻ ഖന്ന തന്റെ മക്കളെ ഒന്ന് നോക്കാൻ പോലും തയ്യാറായില്ല. തന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും അവൻ അറുപ്പായിരുന്നു. ആ അവഗണനയ്ക്ക് അവൻ വലിയ വില നൽകേണ്ടിവരും. സിയ തന്റെ ഫോണിലെ ആര്യനോടൊപ്പമുള്ള പഴയ ഫോട്ടോകൾ ഓരോന്നായി ഡിലീറ്റ് ചെയ്തു. ആര്യനോടുള്ള സ്നേഹം അവൾ അവളുടെ ഉള്ളിൽ നിന്ന് എന്നേക്കുമായി പിഴുതെറിഞ്ഞു. ഇനി അവൾക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: തന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക, തന്നെ ചവിട്ടി മെതിക്കാൻ നോക്കിയ ഖന്ന കുടുംബത്തിന് തക്കതായ മറുപടി നൽകുക. ഗുരുഗ്രാമിലെ ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ഖന്ന ഗ്രൂപ്പ് ആസ്ഥാന മന്ദിരത്തിനു ചുറ്റും അന്നേ ദിവസം വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. ആഡംബര കെട്ടിടത്തിലെ 45-ാം നിലയിലെ കോൺഫറൻസ് റൂം ഒരു യുദ്ധകളത്തിന് സമാനമായ അന്തരീക്ഷത്തിലായിരുന്നു. സിയ നൽകിയ 48 മണിക്കൂർ കാലാവധി അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ മുറിക്കുള്ളിലെ വലിയ കരുത്ത തടിമേശയ്ക്ക് ചുറ്റും ആര്യൻ ഖന്ന തന്റെ വിജയത്തിൽ അമിതമായി അഹങ്കരിച്ചിരിക്കുകയായിരുന്നു. അവന്റെ മുഖത്ത് ഒരു വന്യമായ പുഞ്ചിരിയുണ്ടായിരുന്നു. സിയ തോൽവി സമ്മതിച്ചു വരുമെന്നും താൻ എറിഞ്ഞുകൊടുക്കുന്ന 10 കോടി രൂപ വാങ്ങി നിശബ്ദമായി പടിയിറങ്ങുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. രാജേഷ്, പേപ്പറുകളെല്ലാം തയ്യാറല്ലേ? അവൾ വന്നാലുടൻ ഒപ്പിടുവിക്കണം. എനിക്ക് വൈകുന്നേരം നതാഷയുമായി ഒരു സെലിബ്രേഷൻ പാർട്ടിയുള്ളതാണ്. ആര്യൻ തന്റെ കോടികൾ വിലമതിക്കുന്ന സിഗരറ്റ് ലൈറ്റർ കൈയിലിട്ട് കറക്കിക്കൊണ്ടു പറഞ്ഞു. നതാഷ കപൂർ ഒരു വിജയഭാവത്തോടെ അവനെ നോക്കി. സിയയെ ആ ബംഗ്ലാവിൽ നിന്നും ഖന്ന കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കുന്ന നിമിഷത്തിനായി അവൾ കാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. സിയ വെറുമൊരു സാധാരണ ഡോക്ടറാണെന്നും അവൾക്ക് എന്നെ നേരിടാനുള്ള കരുത്തില്ലെന്നും നതാഷ വിശ്വസിച്ചു. പെട്ടെന്നാണ് കോൺഫറൻസ് റൂമിന്റെ വലിയ തടിവാതിൽ ഭാരമേറിയ ശബ്ദത്തോടെ തുറന്നത്. സിയ ശർവ അകത്തേക്ക് കടന്നുവന്നു. എന്നാൽ ആര്യൻ പ്രതീക്ഷിച്ച സിയെ ആയിരുന്നില്ല അത്. തളർന്നുപോയ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുള്ള, വേദന കൊണ്ട് വിറയ്ക്കുന്ന ആ പഴയ സിയയെ അവിടെ കണ്ടില്ല. പകരം കരുത്ത ഡിസൈനർ ഫോർമൽ സ്യൂട്ടും ആത്മവിശ്വാസം തുടിക്കുന്ന മുഖവുമായി ഒരു പുതിയ സ്ത്രീയാണ് അവിടെ എത്തിയത്. ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും അവളുടെ ഓരോ ചുവടിലും ഒരു രാജകീയതയുണ്ടായിരുന്നു.
അവൾക്കൊപ്പം ഡൽഹിയിലെ ഏറ്റവും മികച്ച വക്കീലായ മീര സിംഗാനിയെയും ലണ്ടനിൽ നിന്ന് വിമാനമിറങ്ങിയ വെർട്ടെക്സ് കമ്പനിയുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. ആര്യൻ പുച്ഛത്തോടെ എഴുന്നേറ്റു. സിയ, നീ എന്തിനാണ് ഇവരെ കൂട്ടി വന്നിരിക്കുന്നത്? ഇതൊരു ലളിതമായ വിവാഹമോചനമല്ലേ? ഇതിനെന്തിനാണ് ഇത്രയും വലിയൊരു സംഘം? അവൻ പരിഹാസത്തോടെ ചോദിച്ചു. നതാശ അവളുടെ ചുണ്ടിൽ ഒരു പുച്ഛമൊഴിപ്പിച്ചുവെച്ചു. സിയ ഒന്നും മിണ്ടിയില്ല. അവൾ ആര്യന് നേരെ എതിരെയുള്ള കസേരയിൽ വളരെ ശാന്തമായി ഇരുന്നു. മീര സിംഗാനിയ തന്റെ കയ്യിലുണ്ടായിരുന്ന കറുത്ത ലെതർ ഫയൽ മേശപ്പുറത്ത് വലിയ ശബ്ദത്തോടെ വെച്ചു. മിസ്റ്റർ ആര്യൻ ഖന്ന, ഇത് വെറുമൊരു വിവാഹമോചന ചർച്ചയല്ല. ഇതൊരു വലിയ സാമ്പത്തിക കണക്ക് തീർപ്പുകൂടിയാണ്. ആദ്യം തന്നെ സിയയുടെ ഭാഗത്തു നിന്നുള്ള ഈ രേഖകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിനുശേഷം നമുക്ക് വിവാഹമോചനത്തെക്കുറിച്ച് സംസാരിക്കാം. ആര്യന്റെ വക്കീൽ രാജേഷ് മെഹ്റ ആ പേപ്പറുകൾ വാങ്ങി ഓരോന്നായി മറിച്ചു നോക്കി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ മുഖത്തെ ഭാവം മാറി. നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആര്യൻ, ഇത് വെർട്ടെക്സ് ബയോഫാർമസ്യൂട്ടിക്കൽസുമായി സിയ ഒപ്പിട്ടിരിക്കുന്ന ഔദ്യോഗിക കരാറാണ്. $1.2 ബില്യൺ അന്താരാഷ്ട്ര കരാർ. രാജേഷ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. എന്ത്? ആര്യൻ അലറി. അവൻ രാജേഷിന്റെ കയ്യിൽ നിന്നും ആ പേപ്പറുകൾ പിടിച്ചുവാങ്ങി. സിയ ശർമ്മയുടെ പേരിൽ ഒപ്പിട്ടിരിക്കുന്ന ആ കരാറിലെ അക്കങ്ങൾ കണ്ട് അവൻ സ്തബ്ധനായി ഇരുന്നുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനി ഒരാളുമായി നടത്തുന്ന ഏറ്റവും വലിയ ഇടപാടുകളിലൊന്നായിരുന്നു അത്. ഇതൊന്നും സത്യമല്ല. ഇവൾക്കെവിടുന്നിത്രയും പണം? നീ ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണ് സിയ. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ? ആര്യൻ നിയന്ത്രണം വിട്ട് സിയയുടെ നേരെ വിരൽ ചൂണ്ടി. ആര്യൻ, ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ഇതൊരു പ്രൊഫഷണൽ മീറ്റിംഗ് ആണ്, സിയ ശാന്തമായി പറഞ്ഞു. അവളുടെ ശബ്ദത്തിൽ പടർന്നു നിന്ന ആ അധികാരം ആര്യനെ സ്തംഭിപ്പിച്ചു. നീ പരിഹസിച്ച ആ ബേസ്മെന്റിൽ ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു എന്ന് നീ കരുതി. പക്ഷേ ലോകം മുഴുവൻ അന്വേഷിച്ചിരുന്ന സിക്കിൾ സെൽ അനീമിയയുടെ മരുന്ന് ഞാൻ അവിടെ വികസിപ്പിച്ചെടുത്തു. വെർട്ടെക്സ് കമ്പനി അതിന്റെ പേറ്റന്റ് അവകാശങ്ങൾ 10,000 കോടി രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ അതിന്റെ ആദ്യ ഗഡു എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയാണ് ആര്യൻ. ഇപ്പോൾ ഞാൻ കോടീശ്വരിയാണ്. പക്ഷേ നിന്റെ ഖന്ന കുടുംബത്തിന്റെ പണം കൊണ്ടല്ല, എന്റെ അറിവും കഠിനാധ്വാനവും കൊണ്ട്. നതാശയുടെ മുഖം വിളറി വെളുത്തു. അവൾ വിചാരിച്ചത് ആര്യൻ ഖന്നയാണ് ഡൽഹിയിലെ ഏറ്റവും വലിയ പണക്കാരനെന്നാണ്. പക്ഷേ സിയയുടെ മുൻപിൽ ആര്യൻ ഇപ്പോൾ വെറുമൊരു സാധാരണക്കാരനായി മാറിയിരിക്കുന്നു. സിയയുടെ ആസ്തി ആര്യന്റെ മൊത്തം കമ്പനിയേക്കാൾ വലുതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മീര സിംഗാനിയ അടുത്ത ബോംബെറിഞ്ഞു. മിസ്റ്റർ ആര്യൻ, 8 വർഷം മുൻപ് നിങ്ങൾ സിയയെ കൊണ്ട് ഒരു വിവാഹ കരാർ ഒപ്പിടുവിച്ചിരുന്നു. സിയയുടെ സ്വത്തിൽ ഖന്ന കുടുംബത്തിന് അവകാശമില്ലെന്ന് നിങ്ങൾ അതിൽ എഴുതി ചേർത്തിരുന്നു. എന്നാൽ സിയയുടെ പ്രൊഫസർ അതിൽ മറ്റൊരു കാര്യം കൂടി നിഗൂഢമായി ഉൾപ്പെടുത്തിയിരുന്നു. പങ്കാളികളിൽ ഒരാൾ $100 മില്യൺ മുകളിൽ മൂല്യമുള്ള ഒരു കരാറിൽ ഒപ്പിട്ട് 60 ദിവസത്തിനുള്ളിൽ മറ്റേ പങ്കാളി വിവാഹമോചനം ആവശ്യപ്പെട്ടയാൾ തന്റെ മൊത്തം ആസ്തിയുടെ 40% നഷ്ടപരിഹാരമായി നൽകണം. സിയെ ഈ കോടികളുടെ കരാറിൽ ഒപ്പിട്ട് കൃത്യം 6 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിവാഹപത്രങ്ങളുമായി ആശുപത്രിയിലെത്തി. നിയമപരമായി ഖന്ന ഗ്രൂപ്പിന്റെ 40% ഓഹരികൾ സിയ ശർമ്മയുടെ പേരിലേക്ക് ഉടൻ കൈമാറാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ഇതാ ഇതിന്റെ നിയമപരമായ നോട്ടീസ്. ആര്യൻ പകർന്നുപോയി. അവൻ തന്റെ വക്കീലിനെ നോക്കി. രാജേഷ് മെഹ്റ നിസ്സഹായനായി തല താഴ്ത്തി. ആര്യൻ, ആ ക്ലോസ് കരാറിലുണ്ട്. നമ്മൾ സിയയെ ഒന്നുമില്ലാത്തവൾ എന്ന് കരുതി അത് ശ്രദ്ധിച്ചില്ല. നിയമപരമായി സിയയ്ക്കിപ്പോൾ ഖന്ന ഗ്രൂപ്പിന്റെ ഭരണാധികാരത്തിൽ വലിയൊരു പങ്ക് അവകാശപ്പെട്ടതാണ്, രാജേഷ് പറഞ്ഞു. ആര്യന്റെ അഹങ്കാരം നിമിഷനേരം കൊണ്ട് തടർന്നുപോയി. അവൻ സിയയുടെ കൈകളിൽ പിടിക്കാൻ നോക്കി. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമായിരുന്നു. സിയ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിച്ചു തീർക്കാമല്ലോ. ഇതിനെന്തിനാണ് കോടതിയും വക്കീലും? നമുക്ക് കുട്ടികളില്ലേ? കബീറിനെയും അനന്യയെയും ഓർത്ത് നമുക്കൊന്നുകൂടി ശ്രമിച്ചുകൂടെ? ഞാൻ മാപ്പ് ചോദിക്കാം. അവൻ തന്റെ സ്വാർത്ഥത ഒളിപ്പിച്ചുവെക്കാൻ ശ്രമിച്ചു. സിയ തന്റെ കൈകൾ പുച്ഛത്തോടെ പിൻവലിച്ചു. അവൾക്കവനോട് അറപ്പാണ് തോന്നിയത്. കുട്ടികളെ ഓർക്കാൻ നിനക്ക് ഇപ്പോൾ തോന്നിയോ ആര്യൻ? ആശുപത്രിയിൽ അവർ ജനിച്ചു വീണപ്പോൾ നീ അവരെ ഒന്ന് തൊട്ടോ? അന്ന് ഞാൻ നിന്റെ കാല് പിടിച്ചു കരഞ്ഞതാണ്. നീ എന്നെ പൂജ്യമെന്ന് വിളിച്ചു. പക്ഷേ നിനക്ക് നതാശയുടെ കൂടെ പോകാനായിരുന്നു ധൃതി. ഇപ്പോൾ നിന്റെ പണം പോകുമെന്ന് കണ്ടപ്പോൾ ഞാൻ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയായി, അല്ലേ? നതാശ അപ്പോൾ പതുക്കെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചു. പണമില്ലാത്ത പദവി നഷ്ടപ്പെട്ട ആര്യനെ അവൾക്കിനി ആവശ്യമില്ലായിരുന്നു. സിയ ആ നീക്കം കൃത്യമായി കണ്ടു. നതാശ, എവിടേക്കാണ്? നിന്റെ ജോലി ഇനിയും കഴിഞ്ഞിട്ടില്ല. ഖന്ന ഗ്രൂപ്പിന്റെ 40% ഓഹരികൾ സിയ ശർമ്മയുടെ പേരിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് ഈ കമ്പനിയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്.
ഈ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ തന്നെ നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഗാർഡ്സ്, ഇവളെ ഇപ്പോൾ തന്നെ പുറത്താക്കൂ. സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് നതാഷയെ പിടിച്ചു പുറത്താക്കി. അവൾ ആര്യനെ ദയനീയമായി നോക്കി. പക്ഷേ ആര്യൻ സ്വന്തം ബിസിനസ് എങ്ങനെ രക്ഷിക്കുമെന്ന ചിന്തയിലായിരുന്നു. അവൻ സിയയുടെ മുൻപിൽ ഏതാണ്ട് മുട്ടുകുത്തി. സിയ, പ്ലീസ്, എന്റെ കമ്പനി തകർക്കരുത്. ഖന്ന കുടുംബത്തിന്റെ അഭിമാനം മണ്ണിലാകരുത്. എന്റെ അമ്മയോട് എനിക്ക് എന്ത് പറഞ്ഞു ബോധിപ്പിക്കാൻ കഴിയും? സിയ എഴുന്നേറ്റു. അവൾ തന്റെ ബാഗിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് ആര്യന്റെ മുൻപിൽ വെച്ചു. നിന്റെ അമ്മയോട് നീ തന്നെ പറഞ്ഞു കൊടുക്കുക. അവരുടെ അഹങ്കാരമാണ് ഈ കുടുംബം തകർത്തത്. നിന്റെ പണം എനിക്ക് വേണ്ട ആര്യൻ. പണം എനിക്ക് ആവശ്യത്തിനധികമുണ്ട്. പക്ഷെ നീ എന്നെ അപമാനിച്ച ഓരോ നിമിഷത്തിനും എനിക്ക് മറുപടി നൽകണം. നിന്റെ ആഡംബര ജീവിതം ഇന്ന് അവസാനിക്കുന്നു. ഈ കമ്പനിയുടെ സിഇഒ സ്ഥാനത്ത് നിന്നും നിന്നെ ഞാൻ നീക്കം ചെയ്യുന്നു. ആര്യൻ ഖന്ന സ്തബ്ധനായി ആ കസേരയിൽ ഇരുന്നുപോയി. തന്റെ സർവസ്വവും നഷ്ടപ്പെട്ടവന്റെ നിസ്സഹായതയാണ് അവന്റെ മുഖത്തുണ്ടായിരുന്നത്. സിയ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. മീരയും സംഘവും അവൾക്കൊപ്പം വിജയികളെപ്പോലെ പോയി. ആര്യൻ ഖന്നയെ സിഇഒ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതോടെ കമ്പനിയിൽ വലിയ അഴിച്ചുപണികൾ അവൾ നടത്തി. ആര്യന്റെ വിശ്വസ്തരായ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ അവൾ പുറത്താക്കി. പകരം കഠിന അധ്വാനികളായ യുവാക്കൾക്ക് അവസരം നൽകി. ഒരു വൈകുന്നേരം സിയ തന്റെ ബാൽക്കണിയിലിരുന്ന് ചായ കുടിക്കുമ്പോൾ മീര സിംഘാനിയ അങ്ങോട്ടേക്ക് കടന്നുവന്നു. മീരയുടെ കയ്യിൽ ചില ഫയലുകളുണ്ടായിരുന്നു. സിയ, നീ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ആര്യൻ ഖന്ന ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അവന്റെ വ്യക്തിപരമായ കടങ്ങൾ വീട്ടാൻ അവൻ തന്റെ ആഡംബര കാറുകളും ഡൽഹിയിലെ ചില ഫ്ളാറ്റുകളും വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. നതാഷ അവനെ വിട്ടുപോയി. അവളിപ്പോൾ ലണ്ടനിലെ ഒരു ബിസിനസ്സുകാരന്റെ കൂടെയാണ് എന്നാണ് വിവരം. സിയ പതുക്കെ പുഞ്ചിരിച്ചു. അതൊരു പ്രതികാരത്തിന്റെ ചിരിയായിരുന്നില്ല, മറിച്ച് നീതി നടപ്പിലാക്കപ്പെട്ടതിന്റെ ആശ്വാസമായിരുന്നു. മീര, ആര്യന്റെ പതനമല്ല എന്റെ ലക്ഷ്യം. പക്ഷെ അയാൾ എന്നോട് ചെയ്തത് വലിയൊരു ക്രൂരതയായിരുന്നു. ഒരു സ്ത്രീയുടെ ഏറ്റവും ദുർബലമായ നിമിഷത്തിൽ അവളെ ചതിച്ച ആ മനുഷ്യന് കാലം നൽകിയ മറുപടിയാണിത്. എനിക്കിപ്പോൾ അറിയേണ്ടത് ആര്യന്റെ അമ്മ സാവിത്രി ഖന്നയെക്കുറിച്ചാണ്. അവർ എങ്ങനെയിരിക്കുന്നു? സാവിത്രി ഖന്ന ഇപ്പോൾ തനിച്ചാണ്, മീര പറഞ്ഞു. അവരുടെ അഹങ്കാരമെല്ലാം തകർന്നു. ഖന്ന കുടുംബത്തിന്റെ മരുമകൾ ഈ വീട്ടിന്റെ അധികാരിയായത് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. അവരിപ്പോൾ ഋഷികേശിലെ ഒരാശ്രമത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് കേട്ടു. സിയ ആലോചനയിലാണ്ടുപോയി. 8 വർഷം താൻ ആ സ്ത്രീയെ ഒരു സ്വന്തം അമ്മയെപ്പോലെയാണ് സ്നേഹിച്ചത്. പക്ഷെ അവൾ ഒരു സാധാരണക്കാരിയാണ് എന്ന കാരണത്താൽ അവർ എപ്പോഴും അവളെ അടിച്ചമർത്താൻ നോക്കി. ഇന്നവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. സിയ തന്റെ ഫോൺ എടുത്ത് ആര്യന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. നിന്റെ അമ്മയ്ക്ക് താമസിക്കാൻ ഋഷികേശിൽ ഒരു വീട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെന്റെ വകയായി അവർക്ക് നൽകുന്ന ഒരു കരുണയാണ്. എന്റെ മക്കളുടെ മുത്തശ്ശി തെരുവിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനിടയിൽ സിയയുടെ കണ്ടുപിടുത്തമായ ജീൻ എഡിറ്റിംഗ് മരുന്നിന്റെ ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. ലോകം മുഴുവനും മാധ്യമങ്ങൾ സിയയെ മെഡിക്കൽ ക്യൂയിൻ എന്ന് വിശേഷിപ്പിച്ചു. സിയ ശർമ്മ ഇപ്പോൾ വെറും ഒരു ബിസിനസ് വുമൺ മാത്രമല്ല, ലോകം ബഹുമാനിക്കുന്ന ഒരു ശാസ്ത്രജ്ഞ കൂടിയാണ്. വലിയ വലിയ സർവകലാശാലകൾ അവളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു. പക്ഷേ സിയയുടെ ലോകം അവളുടെ കുഞ്ഞുങ്ങൾ മാത്രമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി ഒരാൾ സിയയെ കാണാനെത്തി. അത് ആര്യൻ ഖന്നയായിരുന്നു. പക്ഷെ പഴയ ആ അഹങ്കാരിയായ ആര്യനായിരുന്നില്ല അത്. താടി വളർത്തി, സാധാരണ വസ്ത്രം ധരിച്ച് ക്ഷീണിതനായ ഒരു മനുഷ്യൻ. സിയയുടെ വീട്ടിന്റെ ഗേറ്റിൽ വെച്ച് സെക്യൂരിറ്റി അവനെ തടഞ്ഞു. പക്ഷേ സിയ അവനെ അകത്തേക്ക് വരാൻ അനുവദിച്ചു. ഹാളിലിരിക്കുന്ന സിയയുടെ മുൻപിൽ ആര്യൻ തലതാഴ്ത്തി നിന്നു. അവൻ ആ വീട്ടിന്റെ ആഡംബരം കണ്ട് അതിശയിച്ചുപോയി. താൻ സിയയ്ക്ക് നൽകിയതിനേക്കാൾ വലിയൊരു സാമ്രാജ്യം അവൾ സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തിയിരിക്കുന്നു. സിയ, എനിക്ക് കുട്ടികളെ ഒന്ന് കാണണം, ആര്യൻ വിറച്ച ശബ്ദത്തിൽ ചോദിച്ചു. സിയ ശാന്തമായി അവനെ നോക്കി. ആര്യൻ, കുട്ടികളിപ്പോൾ ഉറങ്ങുകയാണ്. നീ അവരെ കാണാൻ വരണമെങ്കിൽ ഒരച്ഛന്റെ യോഗ്യത നിനക്കുണ്ടോ എന്ന് നീ തന്നെ ചിന്തിക്കണം. അവർ ജനിച്ച ദിവസം നീ എറിഞ്ഞുകൊടുത്ത ആ ഡിവോഴ്സ് പേപ്പറുകൾ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. എന്റെ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നപ്പോൾ നീ ചിരിച്ചു. ഇന്ന് നിന്റെ പണം പോയപ്പോൾ നിനക്ക് കുട്ടികളെ വേണം, അല്ലേ? ആര്യൻ സിയയുടെ കാല് പിടിച്ചു കരഞ്ഞു. സിയ, എനിക്ക് തെറ്റുപറ്റി. നതാഷ എന്നെ ചതിച്ചു. എന്റെ പണത്തിനു വേണ്ടിയാണ് അവൾ എന്റെ കൂടെ നിന്നത്. ഞാൻ നിന്നെയും നമ്മുടെ കുട്ടികളെയും തിരിച്ചറിയാൻ വൈകിപ്പോയി. എന്നോട് ക്ഷമിക്ക്. എനിക്ക് കമ്പനി വേണ്ട, പണം വേണ്ട, എനിക്ക് നിങ്ങളെ മതി. സിയ എഴുന്നേറ്റ് നിന്നു. ക്ഷമിക്കാൻ ഞാൻ ദൈവമല്ല ആര്യൻ.
പക്ഷേ നിനക്ക് കുട്ടികളെ കാണാൻ ഞാൻ അനുവാദം നൽകാം, കാരണം അവർക്ക് അവരുടെ അച്ഛൻ ആരാണെന്നറിയാൻ അവകാശമുണ്ട്. പക്ഷേ നീ ഈ വീട്ടിൽ താമസിക്കാമെന്നോ നമുക്കിടയിൽ പഴയ ബന്ധമുണ്ടാകുമെന്നോ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സിയ ശർമ്മ ഒരിക്കൽ തകർന്നാൽ അവൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, പക്ഷേ പഴയ പാതയിലേക്ക് അവൾ ഒരിക്കലും മടങ്ങില്ല. സിയ കബീറിനെയും അനന്യയെയും ആര്യന് കാണിച്ചുകൊടുത്തു. ആ കുഞ്ഞുങ്ങളെ ആദ്യമായി കയ്യിലെടുത്തപ്പോൾ ആര്യൻ പൊട്ടിക്കരഞ്ഞു. തന്റെ അഹങ്കാരം കൊണ്ട് താൻ നഷ്ടപ്പെടുത്തിയ സ്വർഗം എത്ര വലുതാണെന്ന് അവൻ അറിഞ്ഞു. ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞു, പണം കൊണ്ട് എല്ലാം നേടാമെന്ന് കരുതുന്ന ബിസിനസ്സുകാരനായ ആര്യൻ ഖന്നയെ സ്നേഹവും അറിവും കൊണ്ട് ഡോക്ടർ സിയ തോൽപ്പിച്ചിരിക്കുന്നു. അവൾ തന്റെ ഭൂതകാലത്തെ മറന്നില്ല, പക്ഷെ അതിനെ തന്റെ കരുത്താക്കി മാറ്റി. ആര്യൻ ഖന്നയ്ക്ക് തന്റെ മക്കളെ കാണാനുള്ള അനുവാദം നൽകിയെങ്കിലും തന്റെ ജീവിതത്തിലേക്ക് അവനെ തിരികെയെടുക്കാൻ അവൾ തയ്യാറായില്ല. ചതിയുടെ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും, പക്ഷേ ആ മുറിവുകളാണ് സിയയെ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കരുത്തുറ്റ സ്ത്രീയാക്കി മാറ്റിയത്. ഇനി വരാനിരിക്കുന്നത് സിയയുടെയും മക്കളുടെയും ആഗോളതലത്തിലുള്ള വിജയങ്ങളുടെ കഥയായിരുന്നു. കാലം അതിവേഗം കടന്നുപോയി. ഡൽഹിയിലെ മഞ്ഞുകാലം മാറി വസന്തം വിരുന്നെത്തി. സിയ ശർമ്മയുടെ ജീവിതത്തിലും അത് വലിയ മാറ്റങ്ങളുടെ കാലമായിരുന്നു. ഖന്ന ഗ്രൂപ്പിന്റെ അധികാരം ഏറ്റെടുത്ത ശേഷം സിയ ആ കമ്പനിയെ വെറുമൊരു ലാഭമുണ്ടാക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മനുഷ്യത്വമുള്ള ഒരു ബിസിനസ് സാമ്രാജ്യമാക്കി മാറ്റിയിരുന്നു. ആര്യൻ ഖന്നയുടെ കാലത്ത് പണത്തിനു മാത്രം വില നൽകിയിരുന്ന ആ കെട്ടിടത്തിനുള്ളിൽ ഇപ്പോൾ ഗവേഷണങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് മുൻഗണന. സിയയുടെ പുതിയ വസതിയായ അനന്യ നിവാസ് ഇപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കബീറിനും അനന്യയ്ക്കും ഇപ്പോൾ 6 മാസം പ്രായമായി. അവർ കമിഴ്ന്നു വീഴാനും ചിരിക്കാനും തുടങ്ങിയിരിക്കുന്നു. തന്റെ തിരക്കേറിയ ബിസിനസ് മീറ്റിംഗുകൾക്കിടയിലും സിയ അവർക്കായി സമയം കണ്ടെത്തി. ഒരു വശത്ത് കോടിക്കണക്കിന് രൂപയുടെ കരാറുകളിൽ ഒപ്പിടുമ്പോഴും മറുഭാഗത്ത് തന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനും അവരെ താരാട്ടുപാടി ഉറക്കാനും അവൾ മറന്നില്ല. ഒരു സ്ത്രീക്ക് ഒരേ സമയം കരുത്തുറ്റ ഭരണാധികാരിയും സ്നേഹനിധിയായ അമ്മയുമാകാൻ കഴിയുമെന്ന് അവൾ ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഒരു ശനിയാഴ്ച വൈകുന്നേരം സിയ തന്റെ പൂന്തോട്ടത്തിൽ കുഞ്ഞുങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗേറ്റിലൊരു ടാക്സി വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ രൂപത്തെ കണ്ട് സിയ ഒന്ന് അമ്പരന്നു. അത് സാവിത്രി ഖന്നയായിരുന്നു. പഴയ ആ പട്ടുസാരികളും വജ്ര ആഭരണങ്ങളും അഹങ്കാരവും എവിടെയോ നഷ്ടപ്പെട്ട ഒരു വൃദ്ധ. അവരുടെ മുഖത്ത് വല്ലാത്തൊരു പശ്ചാത്താപം നിഴലിച്ചിരുന്നു. ഋഷികേശിലെ ഏതാനും മാസത്തെ താമസം അവരെ വല്ലാതെ മാറ്റിയിരിക്കുന്നു. സിയ എഴുന്നേറ്റു ചെന്നു. സാവിത്രി ഖന്ന സിയയുടെ മുൻപിൽ കൈകൂപ്പി നിന്നു. സിയ, ഞാൻ നിന്റെ മുൻപിൽ വരാൻ യോഗ്യതയുള്ളവളല്ല, പക്ഷേ എന്റെ മകൻ ചെയ്ത പാപങ്ങളിൽ എനിക്കും പങ്കുണ്ട്. നിന്നെ ഒരു സാധാരണക്കാരിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ നിന്റെ ഉള്ളിലെ ഈ വലിയ സ്നേഹത്തെയും അറിവിനെയും ഞാൻ കണ്ടില്ല. എന്നോട് ക്ഷമിക്കണം മോളെ. ആ വൃദ്ധയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങി. സിയയ്ക്ക് അവരോട് ദേഷ്യം തോന്നിയില്ല, പകരം ഒരുതരം സഹതാപമാണ് തോന്നിയത്. അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മേ, പഴയ കാര്യങ്ങൾ ഞാൻ മറന്നുകഴിഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ടിട്ട് ഇനി കാര്യമില്ല. ആര്യൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ തന്നെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഈ കുട്ടികൾ അമ്മയുടെയും പേരക്കുട്ടികളാണ്. കുട്ടികളെ കണ്ടപ്പോൾ സാവിത്രി ഖന്നയുടെ മുഖത്തിൽ ഒരു പ്രകാശം പരന്നു. അവരവരെ മാറി മാറി കെട്ടിപ്പിടിച്ചു. തന്റെ അഹങ്കാരം കൊണ്ട് താൻ നഷ്ടപ്പെടുത്തിയത് ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹമായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ നിമിഷം സിയ മനസ്സിലാക്കി, പ്രതികാരത്തേക്കാൾ വലിയ ആയുധം ക്ഷമയാണെന്ന്. അതേസമയം ആര്യൻ ഖന്ന തന്റെ ജീവിതം പൂജ്യത്തിൽ നിന്ന് തുടങ്ങുകയായിരുന്നു. സിയ നൽകിയ ചെറിയൊരു തുകയുപയോഗിച്ച് അവനൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചു. പഴയ ആഡംബര കാറുകൾക്ക് പകരം അവനിപ്പോൾ ഒരു സാധാരണ കാറിലാണ് യാത്ര ചെയ്യുന്നത്. നകാശ തന്നെ ചതിച്ചതും സിയ തന്നെ രക്ഷിച്ചതും അവനെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയിരുന്നു. ഓരോ ആഴ്ചയും അവൻ സിയയുടെ അനുവാദത്തോടെ കുട്ടികളെ കാണാൻ വരൂ. പക്ഷേ സിയയുമായുള്ള പഴയ ബന്ധം തിരിച്ചുകിട്ടാൻ അവൻ ആഗ്രഹിച്ചില്ല, കാരണം താൻ അതിനർഹനല്ല എന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും സിയയുടെ ബിസിനസ് ഉപദേശങ്ങൾ അവൻ ചോദിക്കാറുണ്ടായിരുന്നു. ആര്യൻ ഖന്നയുടെ ബിസിനസ് ഗുരു ഇപ്പോൾ അവന്റെ മുൻ ഭാര്യയായ സിയ ശർമ്മയായിരുന്നു. ഒരു ദിവസം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സിയ ഒരു പ്രഖ്യാപനം നടത്തി. തന്റെ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയുടെ പേറ്റന്റ് അവകാശം അവൾ ഭാഗികമായി ഉപേക്ഷിച്ചു. ഈ മരുന്ന് പണക്കാർക്ക് മാത്രം ലഭിക്കേണ്ട ഒന്നല്ല,
ലോകത്തിലെ ഏറ്റവും ദരിദ്രരായ രാജ്യങ്ങളിലെ കുട്ടികൾക്കും ഇത് സൗജന്യമായി ലഭിക്കണം, സിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിയയുടെ ഈ തീരുമാനം അവളെ ലോകത്തിലെ ഏറ്റവും വലിയ മാനവികവാദിയെന്ന പദവിയിലേക്ക് ഉയർത്തി. ഐക്യരാഷ്ട്രസഭ അവളെ പ്രത്യേക ബഹുമതി നൽകി ആദരിക്കാൻ തീരുമാനിച്ചു. ജനീദയിൽ നടന്ന ആ വലിയ ചടങ്ങിൽ പങ്കെടുക്കാൻ സിയ പോയത് തന്റെ 2 കുഞ്ഞുങ്ങളോടൊപ്പമാണ്. ലോകത്തിലെ പ്രമുഖ നേതാക്കൾക്ക് മുൻപിൽ പ്രസംഗിക്കുമ്പോൾ സിയ പറഞ്ഞു, "എന്റെ ജീവിതം ഒരു വലിയ പാഠമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ നമ്മളെ ചതിച്ചേക്കാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന പദവികൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിലെ അറിവും ആത്മവിശ്വാസവും ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. ഒരു സ്ത്രീക്ക് ലോകം കീഴടക്കാൻ ഒരു പുരുഷന്റെ തണൽ വേണമെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് തെറ്റുപറ്റി. നമ്മൾ ഓരോരുത്തരും സാമ്രാജ്യങ്ങളാണ്." ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചെത്തിയ സിയയെ കാത്ത് എയർപോർട്ടിൽ ആര്യനും സാവിത്രി ഖന്നയുമുണ്ടായിരുന്നു. അവർക്ക് സിയയെ ഓർത്ത് അഭിമാനം തോന്നി. സിയയുടെ പടം പത്രങ്ങളുടെ 1-ാം പേജിൽ വന്നപ്പോൾ ആര്യനത് വെട്ടി ഫ്രെയിം ചെയ്ത് അവന്റെ ഓഫീസിൽ വെച്ചു. അവൻ തിരിച്ചറിഞ്ഞു, സിയയെപ്പോലൊരു സ്ത്രീയെ നഷ്ടപ്പെടുത്തിയത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണെന്ന്. എങ്കിലും സിയയുടെ തണലിൽ എവിടെയോ ഒരു സുഹൃത്തായി തുടരാൻ കഴിഞ്ഞതിൽ അവൻ സംതൃപ്തനായി. സിയ തന്റെ ബേസ്മെന്റിലെ ആ പഴയ ലാബ് ഒരിക്കൽ കൂടി സന്ദർശിച്ചു. അവിടെയിരുന്ന് ടെസ്റ്റ് ട്യൂബുകളും പൊടിപിടിച്ച പുസ്തകങ്ങളും നോക്കി അവൾ ചിരിച്ചു. ഈ ചെറിയ മുറിയിൽ നിന്നാണ് തന്റെ ലോകം തുടങ്ങിയത്. ആര്യൻ തന്നെ ബേസ്മെന്റിലേക്ക് നാടുകടത്തിയപ്പോൾ അത് തന്റെ വളർച്ചയ്ക്കുള്ള തറക്കല്ലായി മാറുമെന്ന് അവളും കരുതിയിരുന്നില്ല. ഇന്ന് സിയ ശർമ്മ ഡൽഹിയിലെ വെറുമൊരു ബിസിനസ്സുകാരിയല്ല. അവൾ ലക്ഷക്കണക്കിനു പെൺകുട്ടികൾക്ക് പ്രചോദനമാണ്. തന്റെ മക്കളെ വളർത്തുന്നതിനൊപ്പം അവൾ പുതിയ ഗവേഷണങ്ങളിലും ഏർപ്പെട്ടു. കബീറും അനന്യയും വളർന്നുവരുമ്പോൾ അവർക്ക് അഭിമാനത്തോടെ പറയാനൊരു പേരുണ്ട്: ഡോക്ടർ സിയ ശർമ്മ. സിയ തന്റെ പുതിയ പ്രോജക്റ്റായ സഞ്ജീവനി എന്ന ഹോസ്പിറ്റൽ ചെയിൻ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവിടെ പണമില്ലാത്തതിന്റെ പേരിൽ ഒരു രോഗിക്കും ചികിത്സ നിഷേധിക്കപ്പെടില്ല. ചതിയുടെയും കണ്ണുനീരിന്റെയും പാതയിലൂടെ വന്ന സിയ ഇന്ന് വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ആര്യൻ ഖന്ന അവളുടെ ജീവിതത്തിലെ ഒരു പഴയ അധ്യായം മാത്രമായി മാറി. സിയയുടെ ഭാവി അവളുടെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ തിളക്കമുള്ളതും ശുഭപ്രതീക്ഷയുള്ളതുമായിരുന്നു.